എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അറിയണം. നമുക്ക് ആദ്യം അത് നോക്കാം. ഇപ്പോൾ നമുക്കൊരു നമ്പർ ഇങ്ങനെ തരികയാണ്. ഓക്കെ, ഇതിൽ ഈ താഴെയുള്ള ഈ സംഭവത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസ്. പിന്നെ ഈ മേലെയുള്ള സംഭവത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ പവർ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി ഇത് നമ്മൾ വായിക്കുന്നത് ഇപ്പം ഇങ്ങനെ ഞാൻ എഴുതിയിരിക്കുന്ന ഇതിനെ വായിക്കുന്നത് എങ്ങനെയാണ്? 10 റേസ്ഡ് ടു പവർ 24 അല്ലെങ്കിൽ 10 റേസ്ഡ് ടു 24 അങ്ങനെ ഞാൻ വായിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ജസ്റ്റ് ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഇത് ചെയ്യാനുള്ളതൊക്കെ ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 റേസ്ഡ് ടു 3 അതിൻ്റെ മീനിങ് എന്താ? 2 ഞാൻ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം? 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ 6 റേസ്ഡ് ടു 2 അതിനർത്ഥം എന്താ? 6 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം? 2 പ്രാവശ്യം. അങ്ങനെ. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ 100 എന്നൊരു നമ്പർ തരാം. ഇതിനെന്നെ എങ്ങനെ എക്സ്പോണൻ്റ് ആയിട്ട് എഴുതുക? അതായത് ഒരു പവറുള്ളൊരു നമ്പറായിട്ട് എങ്ങനെ എഴുതും? 10 എഴുതുക. എത്ര പൂജ്യം ഉണ്ട് ഇവിടെ? 2 പൂജ്യം. നേരെ തിരിച്ചു വന്നാലോ? 10 റേസ്ഡ് ടു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അപ്പോൾ 1ൻ്റെ കൂടെ 2 പൂജ്യം. ഇനിയിപ്പോൾ എനിക്ക് 1000നെ എക്സ്പോണൻ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതും? 10 എഴുതുക. ഇവിടെ എത്ര പൂജ്യമുണ്ട്? 3 പൂജ്യം. ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു നമ്മൾ ഈ സീറോസിൻ്റെയൊക്കെ കാര്യം വരുമ്പോഴുള്ളത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സീറോസ് നോക്കിയിട്ട് അത് പവറായിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇക്വേഷൻസൊക്കെ പഠിക്കണം. അപ്പോൾ അതിന് മുന്നേട്ട് നമുക്ക് വേറൊരു കാര്യം പഠിക്കാനുണ്ട്. അതായത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. കൂടുതലൊന്നുമില്ല. മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക, പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അതായത് എ റേസ് ടു -m എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ എന്താക്കണം? 1/a റേസ് ടു m ആക്കി മാറ്റുക. ഓക്കെ, പിന്നെ ഈ m എന്ന് പറയുന്ന സംഭവം ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. ഓക്കെ, ഇനി ഇപ്പം ഈ a റേസ് ടു -m എന്ന് പറയുന്ന സംഭവം ഇറ്റ് ഈസ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് a റേസ് ടു m. അപ്പം ഇത്രയും ചിന്തിച്ചാൽ മതി. a റേസ് ടു -m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എൻ്റെ നെഗറ്റീവ് നമ്പറാണ് അല്ലേ? എൻ്റെ ഈ m എന്നുള്ള സംഭവം ശരിക്കും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ അതിനെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? പോസിറ്റീവ് ആക്കി എടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് എന്തോ അതിൻ്റെ ഓപ്പോസിറ്റ് സിമ്പിളിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കി പറയാം, അപ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 2 റേസ് ടു -4 ഇത് ട്രൈ ദീസ് ആണ് കേട്ടോ. നമ്മുടെ ചാപ്റ്ററിലുള്ള ഫസ്റ്റ് ട്രൈ ദീസ് ആണ്. 2 റേസ് ടു -4 ഇതിപ്പോൾ എന്ത് ഫോമില? a റേസ് ടു -m എന്നുള്ള ഫോമിലാണ്. ഓക്കെ, എനിക്ക് എന്തെന്നാണ് വേണ്ടത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? a റേസ് ടു -mൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ a റേസ് ടു m ആണ്. ഓക്കെ, അപ്പോൾ അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് വെറുതെ ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിനൊരു രീതിയുണ്ട്. അതായത് ഇപ്പോൾ ഇതിൻ്റെ പവറിൽ നമുക്ക് നെഗറ്റീവ് ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ പവറിലുള്ള നെഗറ്റീവ് കളയാനായിട്ട്, അതായത് എമ്മിൻ്റെ കൂടെ നെഗറ്റീവ് ഉണ്ട്, ആ നെഗറ്റീവ് കളയാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ a റേസ് ടു m എന്നാക്കിയിട്ട് ഒരു 1/2 കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ പവർ പോസിറ്റീവായല്ല, ഇനി ജസ്റ്റ് വാല്യൂ എഴുതിയാൽ മതി. അപ്പോൾ എന്താ? 2 റേസ് ടു -4 ഈക്വൽ ടു കൂടുതലൊന്നുമില്ല 2 റേസ് ടു 4 ആക്കുക, ഒരു 1/2 കൊടുക്കുക. അപ്പോൾ എൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആരാണ്? എൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 4 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ആ സ്റ്റെപ്പ് എഴുതുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം.
-5 അടുത്ത ക്വസ്റ്റ്യൻ 10⁻⁵. പിന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ 10⁵. അതുപോലെ 7⁻². അപ്പോൾ എന്തായിരിക്കും 7⁻². അടുത്ത് 5⁻³ അപ്പോൾ എന്തായിരിക്കും 5⁻3. 10⁻⁻100 ആണെങ്കിലോ എന്തായിരിക്കും 10⁻100. അത്രേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി എക്സ്പാൻഡഡ് ഫോമാണ് അടുത്ത ടോപ്പിക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ സ്റ്റെപ്പായിട്ട് ചെയ്യുക. ഓക്കെ, നമ്മളിങ്ങനെ എഴുതിയില്ലേ, ഇപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വേണം ബാക്കി ട്രൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ എഴുതുക. ഓക്കെ, നമുക്കിനി എക്സ്പാൻഡഡ് ഫോം പഠിക്കാം. ഭയങ്കര ഈസിയാണ്. അപ്പോൾ എക്സ്പാൻഡഡ് ഫോം യൂസിങ് എക്സ്പോണൻസ് ആണ് നമ്മൾ പഠിക്കണം. അപ്പോൾ എക്സ്പോണൻസ് യൂസ് ചെയ്ത് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1425.56 നമുക്കിങ്ങനൊരു ക്വസ്റ്റ്യൻ തരികയാണ്. എക്സ്പാൻഡ് ദിസ് യൂസിങ് എക്സ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമുക്കറിയാമല്ലോ ഇതെങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാറ്, അതുപോലെ എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, 1 × 1 കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്? 3 നമ്പർ. അപ്പോൾ 3 0 പ്ലസ് അടുത്ത നമ്പർ 4 × 4 കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്? 2. അപ്പോൾ 2 0 പ്ലസ് അടുത്ത നമ്പർ എന്താ? 2 × 2 കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്? ഒരു നമ്പർ. അപ്പോൾ 1 0 പ്ലസ് 5 കഴിഞ്ഞിട്ട് 0 ഇല്ലല്ലോ. അപ്പോൾ 5 × 1. അത് കഴിഞ്ഞാൽ പിന്നെ പോയിൻ്റ് ഉണ്ട്, പോയിൻ്റ് പ്ലസ് പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ × 10 എന്നുള്ളത് ഫ്രാക്ഷനാക്കി എഴുതണം. ഓക്കെ, അപ്പോൾ 5 × ഫ്രാക്ഷനാക്കി എങ്ങനെ എഴുതും? 1/10. അടുത്തത് പ്ലസ് 6 × 1/10 കഴിഞ്ഞ് 10 കഴിഞ്ഞ് അടുത്ത് എന്ത് എഴുതണം? 100. ഇനിയിപ്പോൾ ഒരു നമ്മളോട് ഉണ്ടായിരുന്നെങ്കിലോ എന്തായേനെ? 8 × 1/1000. ഈ ഓർഡറിൽ തന്നെ പോവും. ഓക്കെ, ഇനി നമുക്കിതിനെ ഒന്നും കൂടെ ചെറുതാക്കാം. അതായത് എക്സ്പോണൻ്റ് ആയില്ല, പവറായിട്ട് വേണം. ഓക്കെ, പവറായിട്ട് എഴുതുമ്പോഴത്തേക്കും എങ്ങനെ വരും? 1 × ഇവിടെ എത്ര 0 ഉണ്ട്? 3 0. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു 3 0 ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. പ്ലസ് 4 × 10⁻². എത്ര 0 ഉണ്ട്? 2 0 പ്ലസ് 2 × 10⁻². ഇവിടെ ഒരെണ്ണമല്ലേ ഉള്ളൂ, 1 പ്ലസ് 5 × ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, a⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്നർത്ഥം. a ക്യാൻ ബി എനി നമ്പർ. ഓക്കെ, 5⁻0 1, 10,000⁻0 1, 2⁻0 1, 1⁻0 1. ഏതൊരു നമ്പർ ⁻0 എടുത്തു കഴിഞ്ഞാലും 1 ആയിരിക്കും. ഓക്കെ, അപ്പം ഞാനിവിടെ എന്ത് ചെയ്യുക? ഇവിടെ എനിക്ക് 5 × 1 എന്നാണ്. അപ്പോൾ ആ 1ന് പകരം ഞാൻ എന്ത് ചെയ്യും? 10⁻0 എന്നാക്കും. അപ്പോഴല്ലേ എല്ലാത്തിനും എനിക്ക് ഒരുപോലെ 10 10 10 അങ്ങനെ വരാൻ വേണ്ടിയിട്ട്. പ്ലസ് 5 × 1/10⁻1 പ്ലസ് 6 × 1/10⁻2 പ്ലസ് 8 × 1/10⁻3. ഇങ്ങനെ ആയി. ഇനി നമുക്കിത് ഒരു ഒറ്റ വരി കൊള്ളിക്കണം. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുക? 1 × 10⁻3 പ്ലസ് 4 × 10⁻2 പ്ലസ് 2 × 10⁻1 പ്ലസ് 5 × 10⁻0 പ്ലസ് ഈ 1/10 എന്നുള്ള സംഭവത്തിനെ ഞാൻ മേളിലേക്ക് എടുക്കാൻ പോവാണ്. ഓക്കെ, അതായത് ന്യൂമറേറ്ററിലേക്ക് എടുക്കാൻ പോവാണ്. കൂടുതലൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ് സംഭവം. 5 × 1/10⁻1 എന്നാണുള്ളത്. ഈ 10⁻1 മേളിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? 10⁻−1 ആയിട്ട് മാറും. അത്രേ ഉള്ളൂ. ഓക്കെ, പ്ലസ് അടുത്ത നമ്പർ നോക്കിയപ്പോൾ 6 × ഈ 10⁻2 മേളിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? 10⁻−2 പ്ലസ് 8 × അടുത്ത നമ്പർ എത്താ? 10⁻3. അത് മേളിലേക്ക് പോകുമ്പോൾ എന്താവും? 10⁻−3. ഓക്കെ, ഈ മേളിലുള്ള നമ്മൾ താഴത്തേക്ക് എടുക്കുമ്പോഴോ 10⁻3 എന്ന് പോകും. അപ്പോൾ മേളിലേക്ക് എടുക്കുമ്പോൾ എന്താണ് സിമ്പിളിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ട്രൈരീസ് കൊടുത്തിട്ടുണ്ട്, ആ ട്രൈരീസ് നന്നായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് രണ്ടും
ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.